ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഇന്നിവിടെ കിട്ടിയ കാർഡിലെ എനർജിയിൽ കാണുന്നത് ആ ഒരു അഹങ്കാരിയായ വ്യക്തിയുടെ എല്ലാ പദ്ധതികളും പരാജയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുവരെ സംഭവിക്കാത്ത പല കാര്യങ്ങളും ഇനി സംഭവിക്കും. അവർ നിങ്ങളോട് ചെയ്ത എല്ലാ അനീതികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശമായി ചിത്രീകരിച്ചതിനും അപകീർത്തിപ്പെടുത്തിയതിനും മാനസികമായി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതിനും നിങ്ങളുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തതിനുമുള്ള അതിനൊക്കെയുള്ള കർമ്മ അവർ നേരിട്ടേ പറ്റൂ. കാരണം ഇപ്പോൾ അവർ നിങ്ങൾക്കെതിരെ ആസൂത്രണം ചെയ്യുന്ന ഓരോ കുതന്ത്രങ്ങളും പദ്ധതികളും അവരിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന് അവർക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇതുവരെ സംഭവിക്കാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായും എനർജിയിൽ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം നിങ്ങൾക്കെതിരെയുള്ള എല്ലാ പദ്ധതികളും പരാജയപ്പെടുകയാണ്. കാരണം ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ വ്യക്തി ആദ്യം നിങ്ങളുമായി അടുപ്പമൊക്കെ കാണിക്കും, വളരെയധികം സ്നേഹം കാണിക്കും. പിന്നീട് ആ ഒരു ബന്ധം തന്നെ ഒരായുധമാക്കിയിട്ട് ഉപയോഗിക്കും. അതായത് മാനസികമായിട്ടൊക്കെ തളർത്തുന്നതിന് വേണ്ടി. എന്നാൽ ഇപ്പോൾ അവരുടെ ഈയൊരു കള്ളക്കളികൾ നിങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവരുടെ പല നീക്കങ്ങളും വിജയിക്കാതെ പോകുന്നുണ്ട്. ആ വ്യക്തി ഒരു തന്ത്രശാലി തന്നെയാണ്. കാരണം നിങ്ങളിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കും. പിന്നീട് അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. അതായത് നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തിക്ക് ഒരു മുഖമായിരിക്കും. പിന്നീട് മറ്റുള്ളവരുടെ അടുത്ത് പോയി നിങ്ങളെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കും. നിങ്ങളോട് നല്ല രീതിയിൽ കളിച്ച് ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറും. നിങ്ങളൊന്ന് മാറിയാൽ പിന്നെ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അതിൻ്റെയൊക്കെ ഭാണ്ഡക്കെട്ടഴിക്കും. നിങ്ങളെക്കുറിച്ച് അത്രയും പരദൂഷണം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണിത്. മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളും ഈ ഒരു വ്യക്തി തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതായും കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും അവിടെ മൊത്തം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരുന്നു. നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും നിങ്ങൾക്കെതിരെ ആളുകളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു സാഹചര്യം ഈ വ്യക്തി സൃഷ്ടിക്കുമായിരുന്നു. ഇതൊന്നും അറിയാതെയല്ല, മനഃപൂർവ്വം തന്നെയാണ് ഈ വ്യക്തി ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മാനസികമായും എല്ലാ രീതിയിലും തളർന്നിരുന്നു. കാരണം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളെ തന്നെ മോട്ടീവ് ചെയ്ത് ഒരു കാര്യം ചെയ്യാൻ നോക്കിയാൽ അത് നിങ്ങളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അതിന് കാരണം ഇമോഷണലി നിങ്ങൾ അത്രയും തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു. മാനസികമായി അത്രയും തളർത്തുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം പോലും മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ നിങ്ങൾക്കന്ന് സാധിച്ചില്ല എന്നതാണ് സത്യം. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആ ഒരു നല്ല മനസ്സും സ്വന്തം നേട്ടത്തിനായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമായ രീതിയിലായിരുന്നത് കൊണ്ട് തന്നെ ആദ്യമൊന്നും നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിച്ചില്ല. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയോട് അത്രയ്ക്ക് ആത്മാർത്ഥമായ കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്വന്തം ആളെന്ന രീതിയിലായിരുന്നു നിങ്ങൾ അവരെ കണ്ടിരുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. അവർക്കനുകൂലമായിട്ട് പല സാഹചര്യങ്ങളും അവർക്ക് വേണ്ടി നിങ്ങൾ പല സാഹചര്യങ്ങളിലും അവർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ പകരമായിട്ട് ഈ വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുകയും നിങ്ങളെ ചതിക്കുകയും ചെയ്തു. ഈ വ്യക്തി നിങ്ങളെ അവരുടെ കൺട്രോളിലാക്കാനാണ് ശ്രമിച്ചത്. അത്രയും ശക്തമായി
അവർ നിങ്ങളെ സ്വാധീനിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തെയും കുറിച്ച് പോലും നിങ്ങൾ ചിന്തിക്കാതിരുന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ പോലും മറന്ന്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സമയം ആ ഒരു വ്യക്തിക്കും അവരുടെ ആവശ്യങ്ങൾക്കും നിങ്ങൾ കൊടുത്തു. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തു. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അവസാനം അവനവൻ തന്നെ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ ഈ വ്യക്തി ഒരുക്കി വെച്ച എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാം ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊക്കെ. മറ്റൊരു എനർജിയിൽ കാണുന്നത് വളരെയധികം ഡാർക്ക് എനർജിയുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാനും മാനസികമായി വേദനിപ്പിക്കാനും തുടങ്ങിയെങ്കിലും നിങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അവകാശങ്ങൾക്കായി നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തുടങ്ങി. നിങ്ങൾ കടന്നുപോയ ആ മുള്ളു നിറഞ്ഞ കഠിനമായ വഴികളെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായോ നിങ്ങളുടെ അത്രയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുമായിട്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ടാവും. നിങ്ങളെ സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങൾ തന്നെ സ്വയം ഹീൽ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ ഒരു വഴിയിലാണ് നിങ്ങളിൽ പലരും ഉണ്ടാവുക. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ചിന്താഗതിയിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് സ്വന്തം ജീവിതത്തിനായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യമായ സമയത്ത് പ്രതികരിക്കാനും നിങ്ങൾ പഠിച്ചു എന്നും എനർജിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും ആക്ഷൻ എടുക്കാനും നിങ്ങളിപ്പോൾ പഠിച്ചു. അതുപോലെ കഴിഞ്ഞു പോയ കാലത്ത് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുമോ, ഇനി ജീവിതത്തിൽ എനിക്ക് നല്ലതൊന്നും വരില്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം മാറുകയാണ്. ഇനി നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം എനർജിയിൽ വന്ന ഈ ഒരു മാറ്റം ഉണ്ടായത് തന്നെ നിങ്ങൾ കാരണമാണ്. ഇനി നിങ്ങൾ അവരുടെ വാക്കുകളൊന്നും ചെവികൊള്ളില്ല. എന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ചീത്തപ്പേര് വരുത്താൻ അവർ ശ്രമിച്ചേക്കാം. എന്നാൽ ഓരോ പ്രാവശ്യവും അവർ ദയനീയമായി തന്നെ പരാജയപ്പെടും. ഇതുവരെ തടസ്സങ്ങൾ കാരണം നടക്കാതെ പോയ പല കാര്യങ്ങളിലും തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. മുമ്പ് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച, എന്നാൽ പിന്നീട് അതൊന്നും നടക്കില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവർ അത്ഭുതപ്പെടുന്നുണ്ട്. അവരുടെ പ്രവൃത്തികളെയും അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെയും മറ്റുള്ളവർ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരും. കാരണം അവർ നിങ്ങൾക്ക് വിരുദ്ധമായി ഒരുപാട് പ്രവർത്തിച്ചു, കഷ്ടപ്പെടുത്തി, ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചു. അവർ കാരണം ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിലേക്ക് വന്ന പല നല്ല അവസരങ്ങളെയും അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒരു പക്ഷേ നിങ്ങളുടെ വിധി ഇതിലും നല്ലതാവുമായിരുന്നു. എന്നാൽ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജി, ഡീമോട്ടിവേഷൻ, ഇതൊക്കെ കാരണം അതൊക്കെ തടസ്സപ്പെട്ടു പോയിരുന്നു. മാത്രമല്ല പല സമയങ്ങളിലും നേരിട്ടോ അല്ലാതെയോ ഒക്കെ പല വ്യക്തികൾ കാരണമോ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഒക്കെ സൃഷ്ടിച്ചോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് അവർ പലതവണ ശ്രമിച്ചിരുന്നു. അങ്ങനെ അവർ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഒരുപാട് സമയം അവർ വേസ്റ്റാക്കി കളഞ്ഞു. പക്ഷേ അതൊന്നും ഒരു വേസ്റ്റായിരുന്നില്ല. പ്രധാനമായും നിങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഓരോ തവണയും നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ഇരട്ടത്താപ്പും മറ്റൊരു മുഖവും നിങ്ങളുടെ മുന്നിൽ പ്രകടമായി.
പുതിയ വാഗ്ദാനങ്ങളും പൊള്ളയായ പ്രതീക്ഷകളും പിന്നെയും പിന്നെയും അവർ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. ഇനി നമുക്കെല്ലാം മറന്നൊരു പുതിയ തുടക്കമാവാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളുടെ ആ ഒരു മുന്നേറ്റത്തിന് തടസ്സം വരുത്താനാണ് അവർ പിന്നെയും ശ്രമിച്ചത്. നിങ്ങളെ തളർത്താനും നിങ്ങൾക്ക് പലതും നഷ്ടമാവാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ദോഷം വരണം എന്നൊരു മനോഭാവമായിരുന്നു അവർക്ക്. അത് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള, നെഗറ്റീവായിട്ടുള്ള എനർജിയുള്ള ഒരു വ്യക്തിയാണിത്. മാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെറ്റുകളൊന്നും അവർ സമ്മതിച്ചു തരില്ല. ഈ ഒരു വ്യക്തി പുറമേ നല്ലവനോ നല്ലവളോ ഒക്കെ ആയിട്ട് പെരുമാറുമെങ്കിലും ഉള്ളിൽ ഇവർ വേറെ ഒന്നായിരിക്കും. നിങ്ങളോട് നല്ല രീതിയിലൊക്കെ ചിരിച്ച് കളിച്ചിട്ടൊക്കെ പെരുമാറിയിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരാളാണ് എന്നൊക്കെ പോലെയാണ് നിങ്ങളോട് പെരുമാറുന്നത്. അത് കണ്ട് നിങ്ങൾ ശരിക്കും ഇത് സത്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് പോലും തോന്നിയിട്ടുണ്ട്. അവരുടെ മധുരമുള്ള വാക്കുകളും പൊള്ളയായ ഉറപ്പുകളും വിശ്വസിച്ച് നിങ്ങൾ പലതവണ കെണിയിൽ വീണു പോയിട്ടുണ്ട്. അവരുടെ ഈ സ്വഭാവമൊക്കെ കണ്ട് നിങ്ങൾക്ക് അവരോട് സഹതാപം തോന്നിയിരുന്നു. വീണ്ടും വീണ്ടും ക്ഷമിക്കാനും സഹായിക്കാനും നിങ്ങൾ തയ്യാറായി. എന്നാൽ ഓരോ തവണയും നിങ്ങൾക്ക് തിരികെ ലഭിച്ചത് വഞ്ചന മാത്രമായിരുന്നു. ഇങ്ങനെ കള്ളത്തരങ്ങളുള്ള ടോക്സിക് സ്വഭാവമുള്ള വ്യക്തിയാണ് ഈ വ്യക്തിക്ക് ഇനി നിങ്ങളുടെ എനർജിയിലേക്ക് പ്രവേശനമില്ല എന്നാണ് കാണുന്നത്. മാത്രമല്ല, മുമ്പ് അവരുടെ വാക്കുകൾ വിശ്വസിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു. അതുകൊണ്ട് നിങ്ങളിപ്പോഴും എപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും അവർക്കുണ്ട്. പക്ഷേ അതൊന്നും ഇനി ഫലിക്കില്ല. കാരണം ഇപ്പോൾ അവരുടെ എല്ലാ മുഖങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കുറിക്കാനും സ്വന്തം നന്മയെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി. നിങ്ങൾക്കും ഒരു വിലയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പോലും തകർത്ത് കളഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ പഠിച്ചു. അതോടെ നിങ്ങളുടെ മേലുള്ള നിയന്ത്രണവും സ്വാധീനവും ഒക്കെ അവസാനിച്ചു. ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങളായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ്. ആ ഒരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇനിയും പല സത്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ മനസ്സിനെ കുരുക്കിയിടാതെ ജീവിതത്തെ വിശാലമായ കാഴ്ചപ്പാടിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള മറ്റ് കുറേ കാര്യങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഉയർച്ചയും വിജയങ്ങളും കുറച്ചു പേരുടെ മാത്രം കുത്തകയല്ല, അത് നിങ്ങൾക്കും സാധ്യമാണ്. അതിനുള്ള എല്ലാ വഴികളും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും. പ്രപഞ്ചശക്തിയിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. ഇത്രയേ ഉള്ളൂ. സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായൊരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.